അപ്പോൾ ഇതേ 6:30 കഴിഞ്ഞ് 5 മിനിറ്റ്, അതായത് സന്ധ്യാസമയം, നമ്മുടെ ഡിന്നർ ടൈം ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൊറോട്ടയും ബീഫും ആണ് നമ്മുടെ കേരളക്കരയുടെ വികാരം. ആഹാ എൻ്റെ അമ്മച്ചി. അങ്ങനെ ഇതേ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കലാണ്. എൻ്റെ പൊന്നേ, ഒരു 50 പൊറോട്ടയുടെ മാവ് ഇങ്ങനെ ഒറ്റയടിക്ക് കുഴച്ച് പരത്തി പൊറോട്ട ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചോ, ഞാൻ ചെയ്യും കേട്ടാ. അതേ, അവിടെ കാത്തിരിക്കുന്ന പെമ്പിള്ളാരോട് വല്ലതും പഠിച്ച് ജോലി വാങ്ങിച്ചാൽ പോയി ഇരുന്ന് വല്ല ഓഫീസ് ഫയലും നോക്കി സ്വന്തമായിട്ട് സാലറി വാങ്ങിച്ചിരിക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ബീഫ് അരിഞ്ഞ് പൊറോട്ടയും വലിച്ചു നീട്ടി പരത്തി ഇരിക്കേണ്ടി വരും. പോയി പഠിച്ച് വല്ല ജോലിയും വാങ്ങിക്കും പെമ്പിള്ളാർ. അവസ്ഥയാണ് മക്കളെ, അവസ്ഥ. അപ്പോൾ ദേ നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഞാൻ അരിഞ്ഞ് പിറക്കി നല്ല ചമ്മൻ ചിമ്മോ ആക്കി അങ്ങോട്ട് ഇടിച്ച് പരത്തി കുക്കറിലാക്കി അവിടേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ പൊറോട്ട. എന്നാ സോഫ്റ്റാന്നറിയാം ഈ ഒരു പരുവത്തിൽ മാവിനെ തൊടാൻ. അവിടെ ഇരുന്ന് നിലവിളിച്ച് അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റെഡിയാക്കി. എനിക്ക് കൈക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വലിച്ചു പരത്തിയത്. പിന്നെ ചുറ്റുമിട്ട് അടുക്കിയിട്ട് അങ്ങോട്ട് സ്കൂളിൽ അസംബ്ലി ഇട്ട കണക്ക് അങ്ങോട്ട് വെച്ച് ഞാൻ അവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്കിനും ബീഫ് റെഡിയായി. ഞാൻ അതൊന്ന് സെറ്റാക്കി മാറ്റി വെച്ചു. പിന്നെ കല്ല് ചൂടാകാൻ വെച്ച് നമ്മുടെ പൊറോട്ട ഒന്ന് പരത്തി വലിച്ച് നീട്ടി ഇതേ കുറച്ച് നെയ്യ് ഒഴിച്ച് അങ്ങോട്ട് ചൂടാകാൻ വെച്ച് അടിച്ച് വരുത്താൻ ആൾക്കാരും എത്തി. അപ്പോൾ എങ്ങനെയാണ് പൊറോട്ടയും ബീഫിയും തട്ടിയാലോ? ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.